അമ്മേ, ഈ അച്ഛൻ എന്താ ഇത്ര വൈകുന്നേ? എനിക്ക് എങ്ങനെ അറിയാനാ കുട്ടി? അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അപ്പൊ പോയി ചോദിക്ക. അമ്മേ, ദേ അച്ഛൻ വന്നു. വൈകിട്ടോടെ പ്രതാപൻ വീട്ടിൽ തിരിച്ചെത്തി. അച്ഛൻ എങ്ങോട്ടാ പോയത്? പുലർച്ചെ പോയതാണല്ലോ. അച്ഛൻ നാട്ടിലൊന്ന് പോയി വന്നു മോളെ. ഒരടുത്ത സുഹൃത്തിന്റെ മരണം ഉണ്ടായിരുന്നു. ഓ ആണോ? പിന്നെ അച്ഛാ, നാളെ ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു പിക്നിക്കിന് പോകുന്നുണ്ട്. 3 ദിവസത്തെ ട്രിപ്പാണ്. പോകണ്ടെന്ന് മാത്രം പറയല്ലേ അച്ഛാ. മോള് പോയി വാ, സൂക്ഷിക്കണം. ശരി അച്ഛാ, എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ. ഉറക്കം വരുന്നു. അന്ന് അനന്തനും രുദ്രയും കണ്ടത് ഒരേ സ്വപ്നമായിരുന്നു. മരങ്ങളാൽ ചുറ്റപ്പെട്ട് ഇരുളാൽ മറയപ്പെട്ട ഒരു ചെറിയ അമ്പലം. വള്ളിപ്പടർപ്പുകൾ കയറിക്കിടക്കുന്ന ആ അമ്പലം കണ്ടാൽ തന്നെ അവിടെ പൂജയോ വഴിപാടുകളോ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കും. അനന്തന്റെ സ്വപ്നത്തിൽ തന്റെ പ്രിയപ്പെട്ടവൾ, മുഖം വ്യക്തമല്ലാത്ത ആ സുന്ദരി കാവിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. ഒപ്പം അനന്തേട്ട വാന് തിരിഞ്ഞു നോക്കാതെ അവൾ വിളിച്ചു, അനന്തേട്ടാ, വാ. അനന്തേട്ടാ, ഇങ്ങോട്ട് വാ. ഏട്ടനെ കാത്തിന് ഇവിടെയാണുള്ളത്. ഇങ്ങോട്ട് വാ അനന്തേട്ടാ. അനന്തൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവനാകെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ജേക്കിലിരുന്ന വെള്ളം പരവേശത്തോടെ അവൻ കുടിച്ചിറക്കി. ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ ഏകദേശം വെളുപ്പിന് 2 മണി. ഉടനെ തന്നെ അവൻ ഫോണെടുത്ത് ജീവനെ വിളിച്ചു. എടാ, നീ ഉറക്കമായോ? വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ. എനിക്കിപ്പോ തന്നെ നിന്നെ കാണണം. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. വേഗം വാ. ഒരു മറുപടിയും കൊടുക്കാതെ ജീവൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു. അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു ഭയം തോന്നിയിരുന്നു ജീവനെ. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ ജീവൻ അനന്തനടുത്തേക്ക് പാഞ്ഞെത്തി. ഡോർബെല്ലടിച്ചു. മുന്നിൽ വിയർത്തൊലിച്ചു നിൽക്കുന്ന അനന്തനെ കണ്ടപ്പോൾ ജീവന് ഭയം തോന്നി. എന്താടാ, എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും വയ്യായികണ്ടോ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ? എന്നാ പറ്റിയേ? നീ കാര്യം പറ. എടാ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാവുകളുള്ളതായി നിനക്കറിയുമോ? അല്ലെങ്കിൽ കാവ് പോലുള്ള ചെറിയ അമ്പലം, അങ്ങനെ എന്തെങ്കിലും? ഈ നമ്മുടെ നാട്ടിലെ പോലെ ഈ കാടിനോടൊക്കെ ചേർന്ന് ഇരുണ്ട് കിടക്കുന്ന ഈ പൂജകളൊന്നും ചെയ്യാത്ത അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? അനന്താ, നിനക്ക് എന്താടാ പറ്റിയത്? ഇത് ചോദിക്കാനോടാ പുല്ലേ ഈ വെളുപ്പിന് 2 മണിക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അപ്പോഴും ആകെ പരവേശപ്പെട്ടിരിക്കുന്ന അനന്തന്റെ മുഖം കണ്ടപ്പോൾ മറ്റൊന്നും പറയാൻ ജീവന് തോന്നിയില്ല. എനിക്കറിയില്ലടാ, എന്തിനാ ഇപ്പൊ അമ്പലമൊക്കെ? സാധാരണ നിനക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ. അതുകൊണ്ടല്ലേ നീ അച്ഛനെ വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെന്തിനാ ഇപ്പൊ ഈ കാവൊക്കെ അന്വേഷിക്കുന്നത്? ഞാൻ പറയാം, പക്ഷെ നിന്നെ കളിയാക്കരുത്. ഞാൻ ഇന്നും അവളെ തന്നെയാണ് സ്വപ്നം കണ്ടത്. ഏതോ ഒരു അടഞ്ഞ അമ്പലം, ഇരുളിൽ പുതഞ്ഞു നിൽക്കുന്ന പോലെ. ഇവിടെ ആളോ അനക്കോ ഒന്നുമില്ലായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകണം. എനിക്കങ്ങോട്ട് പോയേ പറ്റൂ. എനിക്കങ്ങോട്ട് പോകണം.
അനന്തോയ്, ചോദിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇനി വല്ല ആദിവാസി പെണ്ണും ആണോ നിന്റെ മനസ്സിൽ? എങ്കിൽ തകർത്തു. നിന്റെ ആ മന്ത്രവാദിത്തം നിന്നെ അവിടെ മാത്രമല്ല എന്നെയും കൂടെ കൊല്ലും. നീ പോയെ. അച്ഛനെ കുറിച്ച് വെറുതെ അനാവശ്യം പറയാതെ. പൂജയും വഴിപാടുകളും ഒക്കെയായി നടക്കുന്ന ഒരു പാവമാണ് എൻ്റെ അച്ഛൻ. പിന്നെ എനിക്കിതൊന്നും അത്ര ദഹിക്കില്ല എന്ന് മാത്രം. അല്ലാതെ അങ്ങനെ അത്ര വലിയ ഭീകരണമൊന്നും അല്ല. അത് പോട്ടെ. നമുക്ക് ഈ അമ്പലം എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? എടാ പൊട്ട, സ്വപ്നമല്ലേ? എല്ലാ സ്വപ്നങ്ങളും സത്യമാണെന്നുണ്ടോ? ഇതങ്ങനെ അല്ലടാ. ഇതൊക്കെ ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുക? ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അവൾ എന്റെ പെണ്ണാണ്. അവളെ കണ്ടുപിടിക്കാൻ ചിലപ്പം ഇതായിരിക്കും ഒരു അവസരം. ഒരു സ്വപ്നത്തിലൂടെയാണ് അവൾ എന്റെ മനസ്സിലേക്ക് വന്നത്. അതുപോലെ മറ്റൊരു സ്വപ്നത്തിലൂടെ ഞങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെയാണെങ്കിലോ? എടാ, നീ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? നമ്മളിപ്പോ മുംബൈയിലാണുള്ളത്, അല്ലാതെ നാട്ടിലല്ല. കാവും കുളമൊക്കെ അന്വേഷിച്ചു പോകാൻ നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് തിരിക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കാവുകളും അമ്പലങ്ങളും കയറി ഇറങ്ങി പരിശോധിക്കാം. പോരക്കുട്ട. അല്ലടാ, ഇത് ഇവിടെ എവിടെയോ തന്നെയാണ് ഉള്ളത്. സ്വപ്നത്തിൽ നമ്മൾ രണ്ടുപേരും ബൈക്കിലായിരുന്നു. ഹിന്ദിയിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ തന്നെ ആകാനാണ് വഴി. എന്റെ പൊന്നനന്ത, നിനക്ക് സ്വപ്നം കാണുമ്പോഴെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എന്തിനാ വണ്ടിയുടെ പുറകിൽ എന്നെ കൂടെ കയറ്റിയിരുത്തുന്നത്? നീ എന്റെ ആത്മമിത്രമല്ലടാ. നീ ഇല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുമോ? അതെ അതെ, നീ ഇപ്പൊ കിടന്നുറങ്ങ്. നമുക്ക് നാളെ അന്വേഷിക്കാം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു അമ്പലമോ കാവോ ഉണ്ടോന്ന്. എന്നിട്ട് ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അതിനെന്തിനാടാ നാളെ ആക്കുന്നത്? നീ ഫോൺ എടുത്ത് ഗൂഗിൾ മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു അമ്പലം ഉണ്ടോ എന്ന്. ഇനി ഉണ്ടെങ്കിലോ? എടാ, ഇവിടെ അടുത്തെന്ന് പറഞ്ഞ അത്ര അടുത്തൊന്നും അല്ല. ഒരു 300 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അത്ര യാത്ര ചെയ്യണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ഇതുപോലെ ഒരു... എടാ, നീ ഫോട്ടോ നോക്ക്. എടാ, ഇത് തന്നെയാ ഞാൻ സ്വപ്നത്തിൽ കണ്ട കാവ്. ഇതേ സമയം രുദ്രയും കൂട്ടുകാരും എടി വൈഷ്ണവി, നമ്മൾ ശരിക്കും എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ടെന്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒക്കെ കാണുന്നിടത്ത് തളരുമ്പോൾ കിടക്കും. അങ്ങനെ 3 ദിവസം അടിച്ച് പൊളിച്ച് പാറിപ്പറന്ന് നടക്കണം. എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. എങ്ങോട്ടാന്ന് വെച്ചാ പോകാം. അങ്ങനെ രുദ്രയും അനന്തനും അവരുടെ വ്യത്യസ്ത വഴികളിൽ യാത്ര തിരിച്ചു. ഇനി എന്തെന്നറിയാതെ. എന്താടാ, എന്തു പറ്റി? എന്താ വണ്ടി നിന്നത്? അറിയില്ലടാ, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. സ്നേഹ, നീ ഒന്ന് നോക്കിക്കേ. ശരി, നീ ഇറങ്ങ്, ഞാൻ നോക്കാം. ഡ്രൈവർ സീറ്റിൽ നിന്നും രുദ്രമല്ലേ പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് തന്നെ തന്റെ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം വരുന്നതായി രുദ്രയ്ക്ക് തോന്നി. ഒരു പ്രത്യേക തരം തണുപ്പരിച്ചിറങ്ങുന്നത് പോലെ. രുദ്ര, വാ, ദേ ഈ വഴിയിലൂടെ വാ രുദ്ര. എല്ലാവരും മറ്റു ചിന്തകളിലായിരുന്നത് കൊണ്ട് രുദ്ര നടന്നുപോയത് ആരും കണ്ടിരുന്നില്ല. ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ
അവളുടെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദത്തിനനുസരിച്ച് അവൾ മെല്ലെ നടന്നു. വള്ളിപ്പടർപ്പ് കൊണ്ട് മൂടിയ ഇരുളു വീണ വഴിയിലൂടെ അടഞ്ഞുകിടന്ന അമ്പലത്തിന്റെ അടുത്തേക്കാണ് അവൾ എത്തിപ്പെട്ടത്. ഇതേ സമയം തന്നെയാണ് അനന്തനും ശിവയും അവിടെ എത്തുന്നത്. രുദ്രയുടെയും കൂട്ടുകാരുടെയും കാറു കിടക്കുന്നതിന് കുറച്ചകലെയുള്ള വഴിയിലൂടെയും ഈ കാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. അതുവഴി അവര് കയറി വന്നതിനാൽ രുദ്രയുടെ കൂട്ടുകാരികളെയോ കാറോ കാണാൻ അവർക്കായില്ല. വണ്ടി മുന്നോട്ട് നീങ്ങി. അല്പസമയത്തിനു ശേഷം ഒരു മരം കുറുകെ കിടക്കുന്നതിനാൽ വണ്ടി കൊണ്ട് കടന്നു പോകാൻ അവർക്കായില്ല. അനന്തൻ അവിടെ ഇറങ്ങി മുന്നോട്ട് നടന്നു. എന്തോ ഒരു ഉൾപ്രേരണയിൽ പണ്ടെങ്ങോ നടന്ന വഴികൾ പോലെ അത്ര നിശ്ചയത്തോടെ അവൻ മുന്നോട്ടുള്ള വഴിയെ നടന്നു നീങ്ങി. അങ്ങകലെ അവൻ കണ്ടു ഒരു പച്ച ചുരിദാറണിഞ്ഞ് മുട്ടൊപ്പം മുടി നീട്ടി വളർത്തിയ ഒരു യുവതി. അതെ, തന്റെ സ്വപ്നത്തിലെ ആ സുന്ദരി. ഇപ്പോഴും അവൻ അവളുടെ മുഖം കാണാനാകുന്നില്ല. പുറം തിരിഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കാണാനായി അവന്റെ കാലുകൾ വേഗത്തിൽ ചലിച്ചു. ഉയർന്നു വരുന്ന നെഞ്ചിടിപ്പും ശരീരത്തെ പൊതിയുന്ന കടുത്ത തണുപ്പും അവൻ അറിയാനാകുന്നില്ലായിരുന്നു. എന്തോ ഒരു തോന്നലിൽ മെല്ലെ അവൻ അവളുടെ തോളിൽ കൈകൾ വെച്ചു. അപ്പോഴേക്കും ബോധരഹിതയായി അവൾ അവന്റെ കൈകളിലേക്ക് വീണിരുന്നു.